മര്യാദക്ക് ആ ഹെലികോപ്റ്റർ അവിടെ ഇറക്കിയിട്ട് വണ്ടി വിട്ടോ എന്ന് പറയുന്ന ഒരു വീഡിയോ IRGC ഇപ്പോ പുറത്തു വിട്ടിട്ടുണ്ട്. അതായത് അമേരിക്കൻ പടക്കപ്പലായിട്ടുള്ള ഐസൻ ഓവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കെ അതിന്റെ പുറകെ ഞങ്ങൾ വലിയ ആൾക്കാരാണ്, ഞങ്ങൾ മറ്റതാണ് മറിച്ചതാന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹെലികോപ്റ്റർ കൂടെ ഇങ്ങനെ പറന്ന് പോകുന്ന ഒരു സാധനമാണ്. അപ്പൊ അതിനെയാണ് ആ ഹെലികോപ്റ്ററാണ് ഇറക്കി വെച്ചിട്ട് മിണ്ടാണ്ട വല്ല സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് IRGC ഇവന്മാരെ ഭീഷണിപ്പെടുത്തല്ല, അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും പിന്നെ അവസാനം ആ ഹെലികോപ്റ്റർ അവിടെ ഇറക്കിയിട്ട് ഇവന്മാര് വിടുകയും ചെയ്യുന്ന ഒരു വീഡിയോ IRGC പുറത്തു വിട്ടിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാട്ടോ. Discoalition Warship 5-8, myself and aircraft and company are engaged in transit passage in accordance with international law. Over. 5-8, this is Sepa Navy Bapio helicopter is flying unprofessional and provocative. You copy. Keep your helicopter away from my vessel. US Warship 5-8, this is Sepa Navy. For your information, I have some speedboat going to you. Advise you to keep your helicopter away from my vessel. Discoalition Warship 5-8, understand all. Over. ഇറക്കി കേട്ടോ. അപ്പൊ അതാണ് ആ വീഡിയോ. അതായത് ഇവരുടെ വെസലിന് നേരെ ഈ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒരുമാതിരി മറ്റേ പരിപാടി കാണിക്കുമല്ലോ, ആ പരിപാടി കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് യഥാർത്ഥത്തില്. അപ്പോ മൂഞ്ചിച്ചു വിട്ട് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇതിന്റെ കപ്പലിന്റെ എടുത്തുന്ന സാധനം എടുത്തോണ്ട് പൊക്കോ, നിങ്ങളുടെ ഇതിനകത്ത് തന്നെ കീപ്പ് ചെയ്തോ, പുറത്തിറക്കേണ്ട ആ സാധനം എന്നുള്ളതാണ് IRGC പറയുന്നത്, അല്ലെങ്കിൽ സെഫ നേവി പറയുന്നത്, ഇറാന്റെ. അതായത് ഇറാന്റെ നേവിയാണ് യഥാർത്ഥത്തില് ട്രംപ് പറഞ്ഞത് ഇറാന്റെ നേവിയൊക്കെ ഇപ്പോ ഹോർമൂസിന്റെ അടിത്തട്ടില് വിശ്രമിച്ചുകൊണ്ടിരിക്കുകയെന്ന് ട്രംപ് പറഞ്ഞ നേവിയാണ് ഇപ്പൊ ഈ പറയുന്ന വാണിംഗ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് ഈ പറയുന്ന വലിയ കപ്പലുകൾ ഉപയോഗിച്ചിട്ടൊന്നുമല്ല. എന്റെ വെസൽ എന്ന് പറയുമ്പോൾ കുഞ്ഞൻ സാധനങ്ങളാണ്, കുഞ്ഞൻ ബോട്ടുകളാണ്. അത് ഉപയോഗിച്ചിട്ടാണ് ഐസനോവർ പോലെയുള്ള വലിയ കപ്പലുകൾക്ക് പോലും ഭീഷണി സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ അമേരിക്കയുടെ ഈ പറയുന്ന 5th ഫ്ലീറ്റ് യഥാർത്ഥത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് അതൊരു എയർക്രാഫ്റ്റ് കാരിയർ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ആൻഡ് റൈറ്റിൽ ഒരു 2 ഈ പറയുന്ന ഫ്രൈഗേറ്റ്സോ അല്ലെങ്കിൽ ഡിസ്ട്രോയേഴ്സോ ഉണ്ടാവും. അതിന്റെ കൂടെ നേവിയുടെ ഈ പറയുന്ന ഹെലികോപ്റ്ററുകൾ കൂടെ പറന്നു പോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെയാണ്. അതൊരു കോൺവോയ് ലെവലിലാണ് പോവുക. പക്ഷെ അജാതി പോക്കൊന്നും ഈ പറയുന്ന ഹോർമൂസിലൂടെ നിങ്ങൾ പോവണ്ട എന്നുള്ള ഒരു സാധനം കൂടെയാണ് യഥാർത്ഥത്തില് ഈ ഇറാൻ ഇപ്പോ, അതായത് സഫ നേവി ഇപ്പൊ പുറത്ത് വിട്ടുള്ള വീഡിയോയിൽ പറയുന്നത് എന്നുള്ളതാണ്. അതൊരു ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതായത് പ്രകോപനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അടിക്കുക എന്ന ഒരു തീരുമാനത്തിൽ തന്നെ ആ ടാർഗറ്റ് ഫിക്സ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ നിൽക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഈ മനൂവറബിലിറ്റി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ടല്ലോ, അതായത് ഇവരുടെ ഈ മോസ്കിറ്റോ ഫ്ലീറ്റ് തിരിയുകയും മറിയുകയൊക്കെ ചെയ്യുന്ന പോലെ ഈ ഇവരുടെ ഐസനോവർ അടക്കമുള്ള കപ്പലുകൾ തിരിയാനോ അത്തരം പരിപാടികളൊന്നും പറ്റത്തില്ല. അപ്പൊ ആംബുഷ് ചെയ്ത് തിരിച്ചു പോകുക എന്ന് പറയുന്ന പരിപാടി ഇറാനെ കൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ നടപ്പിലാക്കാനും കൂടെ പറ്റും. അപ്പൊ പ്രകോപനം സൃഷ്ടിച്ചത് കൊണ്ട് നഷ്ടമേ വരാൻ പോകുന്നുള്ളൂ, കോടിക്കണക്കിന് നഷ്ടം സംഭവിക്കും.
ഇപ്പൊ ഒരു കപ്പല് മൊത്തത്തില് ഉൾഭാഗം മൊത്തം കത്തി പിടിച്ചിട്ട് അമേരിക്കയിൽ തിരിച്ചു കൊണ്ടുപോയി ഇട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ ഇതും തിരിച്ചു കൊണ്ടുപോണ്ടി വരുന്നുള്ളൊരു അവസ്ഥയുണ്ട് യഥാർത്ഥത്തില്. അപ്പൊ നേവിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അപ്പോ പ്രകോപനം സൃഷ്ടിക്കുക, ഞങ്ങൾ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനുള്ള ഈ പരിപാടികൾ കാണിക്കുക. ഇപ്പൊ ഇങ്ങനത്തെ സംഗതികളെ യഥാർത്ഥത്തിൽ ഇവരുടെ ഈ നാവിക അഭ്യാസ പ്രകടനങ്ങള് അമേരിക്കയിൽ നടക്കുന്ന സമയത്ത് പല സമയങ്ങളിലും ഈ എയർക്രാഫ്റ്റുകൾ കൂട്ടിമുട്ടും, കൂട്ടിയിടിച്ചിട്ട് നമ്മൾ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ അമേരിക്കൻ നേവിയുടെ എയർക്രാഫ്റ്റുകൾ പറക്കുന്ന സമയത്ത് കൂട്ടിയിടിച്ചിട്ട് ഈ പറയുന്ന പൈലറ്റുമാർ അതിൽ നിന്ന് താഴേക്ക് ചാടുന്ന വീഡിയോസ് എല്ലാം. അപ്പോ ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇവരുടെ ഈ ഒരു നേവിയുടെ കാര്യത്തിൽ. അതായത് ഞങ്ങൾ പവർഫുൾ ആണ്, വി ആർ ക്യാപ്പബിൾ ഇനഫ് ടു അറ്റാക്ക് എനി എനിമി എന്നൊക്കെ ഉള്ള ഒരു ലെവലില് കാര്യങ്ങൾ കാണിക്കുകയും പറയുകയും ചെയ്യുന്ന ടീമുകളാണ് ഇവര്. അപ്പൊ അവിടെയാണ് ഈ ഹോർമൂസിലും ഈ ജാതി പണി ഇവര് യഥാർത്ഥത്തിൽ എടുക്കുന്നതെന്നുള്ളതാണ്. അതായത് പ്രകോപനം സൃഷ്ടിക്കുക, ഞങ്ങളാണ് ഇവിടുത്തെ ഒരു മേജർ ടീം എന്നുള്ളത് കാണിക്കുക, അതേപോലെ തന്നെ ഞങ്ങൾക്ക് വളരെ ക്യാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളത് കാണിക്കുക, ഇറാന്റെ നേവിനെ പുല്ലുവില കൊടുക്കുക എന്നൊക്കെയുള്ള പരിപാടികൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഈ യുദ്ധത്തിന്റെ സമയത്ത് തന്നെ ഇവർക്ക് സ്ട്രാറ്റജിക്കലി പറ്റിയിട്ടുള്ള കുറെ പിഴവുകളുണ്ട്. അതായത് ഇപ്പൊ ഇറാന്റെ ഡിസ്ട്രോയേഴ്സിനെ ആക്രമിച്ചു, അതേപോലെ തന്നെ വാർഷിപ്പിനെ ആക്രമിച്ചു, അത് നശിപ്പിക്കപ്പെട്ടു, അറബിക്കടലിൽ അത് മുങ്ങി, കുറെ ആൾക്കാർ അതിൽ കൊല്ലപ്പെട്ടു. അതേപോലെ തന്നെ അതിൽ വരുന്ന ഒരു ഫ്ലീറ്റ് ഇന്ത്യൻ തീരെ തടുത്തു, കൊച്ചിയിലെടുത്തു, അതേപോലെ തന്നെ ചിലത് ശ്രീലങ്കയിലോട്ട് പോയി, ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ US ടാർഗറ്റ് ചെയ്യേണ്ടിയിരുന്നത് ഇവരുടെ ഈ പറയുന്ന മോസ്കിറ്റോ ഫ്ലീറ്റിനെയാണ്. അതായത് ഈ രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് ജർമ്മനി യഥാർത്ഥത്തിൽ ബ്രിട്ടനെ ആക്രമിക്കുന്ന സമയത്ത് ബ്രിട്ടന്റെ ഈ എന്താ പറയാ അവരുടെ ഈ വിമാന ബേസുകളെ യഥാർത്ഥത്തിൽ ഇവർ ആക്രമിച്ചു, അതേപോലെ തന്നെ റൺവേകളും തകർത്തു. പക്ഷെ അവർ തകർക്കാതിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ടായിരുന്നു. അതായിരുന്നു ബ്രിട്ടന്റെ വെൽ എക്വിപ്ഡ് ആയിട്ടുണ്ടായിരുന്ന അന്നത്തെ ഒരു എക്വിപ്ഡ് ആയിട്ടുണ്ടായിരുന്ന അവരുടെ റഡാർ സിസ്റ്റം ഇവർ ആക്രമിച്ചില്ല. അപ്പൊ ബ്രിട്ടന് അതായത് കിലോമീറ്ററുകൾക്ക് മുന്നേ തന്നെ ഈ ഫ്ലൈറ്റിനെ തിരിച്ചറിയാനും അതിന് വേണ്ട മെഷർമെന്റ്സ് എടുക്കാനും സാധിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇവരുടെ മോസ്കിറ്റോ ഫ്ലീറ്റ്. അപ്പൊ ഈ കുഞ്ഞൻ ബോട്ടുകൾ അവോയ്ഡ് ചെയ്തു. ഞങ്ങളുടെ അടുത്ത് വലിയ സംഭവങ്ങളുണ്ട്, ഞങ്ങളുടെ അടുത്ത് വലിയ കപ്പലുകളുണ്ട്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് വരെ മിക്കവാറും ഈ ഇതേപോലെ സൈസുള്ള ഇറാന്റെ നേവി ആയിരിക്കും, കപ്പലായിരിക്കും എന്നുള്ളൊരു കാഴ്ചപ്പാടില് അതിനെ പോയി ആക്രമിക്കുന്നു. പക്ഷെ യഥാർത്ഥത്തിൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി സൃഷ്ടിക്കപ്പെട്ടതും ഈ പറയുന്ന കുഞ്ഞൻ ബോട്ടുകളായിരുന്നു. അപ്പാഷെ ഹെലികോപ്റ്റർ അടക്കം തകർന്ന് വീഴുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നത് ഈ കുഞ്ഞൻ ബോട്ടുകൾ ഉപയോഗിച്ചിട്ടുള്ള ഇറാന്റെ സ്റ്റാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണെന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പൊ ഈ പറയുന്ന ഹോർമൂസിൽ നടക്കുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം ഒരുപാട് എണ്ണം ഈ പറയുന്ന കൊതുക് പരക്കുന്ന പോലെ ഈ ഹോർമൂസിൽ മൊത്തം പരന്ന് കിടക്കുക. ഓരോ ബോട്ടുകളും ഓരോ വെസലിനും അവർ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, വെസലിനെ നിയന്ത്രിക്കുന്ന സമയത്താണ് വേറൊരു രസകരമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിന്റെ വീഡിയോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചേർക്കാം. അതായത് ഈ അമേരിക്ക നിശ്ചയിച്ചിട്ടുള്ള ട്രാക്കിലൂടെ പോയ കപ്പല് ഈ മൺതട്ടയില് തട്ടിയിട്ട് അത് കുടുങ്ങി പോവുകയും എന്നിട്ട് പിന്നെ ഇറാന്റെ ടീമുകൾ വന്നിട്ട് അതിനെ വലിച്ചെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്നുള്ളൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ഈ അമേരിക്ക ഉണ്ടാക്കിയിട്ടുള്ള പുതിയ കപ്പൽ പാതയിലൂടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തിൽ അവിടെ അടി ഉറച്ചിരിക്കാം എന്നുള്ളൊരു സാധനം കൂടെ ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഞങ്ങൾ വലിയ സംഭവമാണ്, മറ്റതാണ് മറിച്ചതാണെന്ന് കാണിക്കാൻ പോയ ആ ഒരു ടീമിനെ നിങ്ങളുടെ ആ കപ്പൽ, നിങ്ങളുടെ ആ ഹെലികോപ്റ്റർ ഉണ്ടല്ലോ, അതിൽ ഇറക്കി വെച്ചിട്ട് തന്നെ പ്രകോപനം സൃഷ്ടിക്കാണ്ട് ഇവിടുന്ന് വിട്ടോ എന്ന് പറയുന്ന വീഡിയോ ആണ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും രസമുണ്ട് കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ. അതായത് വലിയ ടീം, ലോകത്തിലെ ഏറ്റവും വലിയ റാങ്കിങ്ങിലൊക്കെ ഏറ്റവും വലിയ എന്താ പറയാ മിലിറ്ററി ജയന്റ് എന്നൊക്കെ പറയുന്ന മിലിറ്ററി മൈറ്റിനെയൊക്കെ ഇതുപോലെ ഭീഷണിപ്പെടുത്താൻ പറ്റുക എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യത്തിൽ ഒരു സുഖമുണ്ട് എന്നുള്ളതാണ്.